കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ യാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ പാസഞ്ചർ ട്രെയിൻ. പുതുതായി ആരംഭിച്ച ട്രെയിനിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. കോച്ചുകളെല്ലാം നിറഞ്ഞാണ് പുതിയ ട്രെയിൻ കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. തിരക്ക് കുറയ്ക്കാൻ ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച പുതിയ പാസഞ്ചർ ട്രെയിൻ എത്തിയത് കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ യാത്രക്കാർക്ക് ആശ്വാസമായി. ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിനിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ BJP, ലയൺസ് ക്ലബ്ബ്, മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. നേത്രാവതി എക്സ്പ്രസിൽ കയറാനാകാതെ പുറത്തായവർക്ക് ആശ്വാസം പകരുന്നതാണ് ഈ പുതിയ ട്രെയിനിന്റെ വരവ്. കോച്ചുകളെല്ലാം നിറഞ്ഞാണ് പുതിയ ട്രെയിൻ കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. 12 കോച്ചുകളോടെ ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് ആരംഭിച്ച 06-031 പാസഞ്ചർ ട്രെയിൻ വൈകിട്ട് 6:30 ഇന്നലെ 4ാം പ്ലാറ്റ്ഫോമിൽ എത്തിയത്. 5:30 എത്തേണ്ടിയിരുന്ന സമയം. ആഴ്ചയിൽ 4 ദിവസമാണ് സർവീസ്. മലബാറിലെ യാത്രാദുരിതത്തിന് വലിയ പരിഹാരമാണ് പുതിയ ട്രെയിൻ. വൈകിട്ട് 3:40 ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 കോഴിക്കോട്ടും രാത്രി 7:40 കണ്ണൂരിലും എത്തുന്ന ട്രെയിൻ മടക്കയാത്രയിൽ കണ്ണൂരിൽ നിന്നും രാവിലെ 8:10 പുറപ്പെട്ട് 9:45 കോഴിക്കോടും ഉച്ചയ്ക്ക് 12:30 ഷൊർണൂരിലും എത്തും. പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, ഫറൂഖ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. സ്വീകരണത്തിന് സ്റ്റേഷൻ ഡയറക്ടർ ബർജാസ് മുഹമ്മദ്, സ്റ്റേഷൻ മാനേജർ CK ഹരീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ ജനറൽ സെക്രട്ടറിമാരായ M മോഹനൻ, E പ്രശാന്ത് കുമാർ, ഹരിദാസ് പൊക്കിണാരി, അജയ് നെല്ലിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.